ക്വിസ് ആൻഡ് ഫാക്ട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ 2025 സ്വാതന്ത്ര്യദിന ക്വിസ് മത്സരത്തിൽ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ ആണ്. നമുക്കുടൻ തന്നെ വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന 5ാമത്തെ വീഡിയോ ആണിത്. ഓരോ വീഡിയോസിലും നമ്മൾ 15 ചോദ്യങ്ങൾ വീതമാണ് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോയിലെ ചോദ്യങ്ങളെല്ലാം നിങ്ങൾ പഠിക്കുക. അതിനുശേഷം നമ്മുടെ മറ്റ് വീഡിയോസ് കാണാത്തവരാണെങ്കിൽ ഈ വീഡിയോ കണ്ടു തീർത്ത ഉടൻ തന്നെ മറ്റ് വീഡിയോസ് കൂടി പോയി ഒന്ന് കാണുക. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. അതിനു മുമ്പ് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ്റെ വിന്നേഴ്സിനെ പ്രഖ്യാപിക്കേണ്ടതുണ്ട്. ബോണസ് ക്വസ്റ്റ്യൻ എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി പറയാം. വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന ഒരു ചോദ്യമാണ് ബോണസ് ക്വസ്റ്റ്യൻ. അതിൻ്റെ ഉത്തരം കമൻറ്റ് ചെയ്യുന്ന കുറച്ച് പേരെ സെലക്ട് ചെയ്ത് നമ്മൾ അടുത്ത വീഡിയോയിൽ വിന്നറായി പ്രഖ്യാപിക്കുന്നതാണ്. നമുക്ക് നോക്കാം കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ്റെ ഉത്തരവും അതുപോലെ തന്നെ വിന്നേഴ്സും ആരൊക്കെയാണെന്ന്. കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു: ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആ പേര് നിർദ്ദേശിച്ച ദേശീയ നേതാവ് ആരാണ്? ഇതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഉത്തരം ദാദാഭായ് നവറോജിയാണ്. ഇനി ആരൊക്കെയാണ് സെലക്ട് ചെയ്യപ്പെട്ട വിന്നേഴ്സ് എന്ന് നോക്കാം. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ്റെ വിന്നേഴ്സ് ഘനശ്യാം, മുഹമ്മദ് സഫ്വാൻ എ, അലൻ ബിജു, ദശരഥ് എസ്, തന്മയ പി വി, ഹയ ഹസ, ഷമ്മാർ, ഫിദ വി പി, നക്ഷത്ര ബെജിൻ, ത്വൽഹത്ത് വി പി, ഹിന തസ്ലി, ആൻ ട്രീസ, ആശിഷ് കൃഷ്ണ സി, രസ്ന, ശ്രവ്യ സുരേഷ്, ലിസ അസ്ഫാർ. ഇവരൊക്കെയാണ് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ സെലക്ട് ചെയ്യപ്പെട്ട ബോണസ് ക്വസ്റ്റ്യൻ്റെ വിന്നേഴ്സ്. ഇതേപോലെ ഒരു ബോണസ് ക്വസ്റ്റ്യൻ ഈ വീഡിയോയുടെ അവസാനവും നൽകിയിട്ടുണ്ട്. വീഡിയോ എല്ലാവരും അവസാനം വരെ കണ്ട് ബോണസ് ക്വസ്റ്റ്യൻ്റെ ഉത്തരം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്കിനി ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: മെയ് ദിനം ആദ്യമായി ഇന്ത്യയിൽ ആഘോഷിച്ച വർഷം ഏതാണ്? മെയ് ദിനം ആദ്യമായി ഇന്ത്യയിൽ ആഘോഷിച്ച വർഷം ഏത്? ഉത്തരം 1923. അതായത് മെയ് ദിനം ആദ്യമായി ഇന്ത്യയിൽ ആഘോഷിച്ച വർഷം 1923 ആണ്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. ഈ വാക്കുകൾ ആരുടേതാണ്? വളരെ പ്രശസ്തമായതും വളരെ ഇമ്പോർട്ടൻ്റ് ആയ വാക്കുകളാണിത്. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. ഈ വാക്കുകൾ സുഭാഷ് ചന്ദ്രബോസിൻ്റേതാണ്. മറക്കരുത്, ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ രണ്ടാമത്തെ വിദേശ വനിത ആരാണ്? ഉത്തരം നെല്ലി സെൻഗുപ്ത. അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ രണ്ടാമത്തെ വിദേശ വനിതയാണ് നെല്ലി സെൻഗുപ്ത. ഒന്നാമത്തെ വിദേശ വനിത ആരാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ ഒന്നാമത്തെ വിദേശ വനിത ആനി ബെസൻ്റ് ആണ്. ഇത് നമ്മുടെ സ്വദേശ് മെഗാ ക്വിസിൻ്റെ വീഡിയോയിലും അതുപോലെ തന്നെ സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട വീഡിയോസിലും പറഞ്ഞ കാര്യമാണ്. ഒന്നാമത്തെ വിദേശ വനിതാ പ്രസിഡന്റ് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത് ആനി ബെസൻ്റ്, രണ്ടാമത്തേത് നെല്ലി സെൻഗുപ്ത. വീഡിയോയിലെ നാലാമത്തെ ചോദ്യം: ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ ആദ്യത്തെ ഇന്ത്യക്കാരി ആരാണ്? ഉത്തരം സരോജിനി നായിഡു ആണ്. ഈയൊരു ചോദ്യം പല കുട്ടികൾക്കും സ്വദേശ് മെഗാ ക്വിസിൽ പഠിപ്പിച്ചു തന്നപ്പോൾ ഡൗട്ടുണ്ടായിരുന്നതാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ ആദ്യത്തെ ഇന്ത്യക്കാരിയാണ് സരോജിനി നായിഡു. ആദ്യത്തെ വിദേശ വനിതയാണ് ആനി ബെസൻ്റ്. നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ രണ്ടാമത്തെ വിദേശ വനിതയെ പറ്റിയാണ്. അവരാണ് നെല്ലി സെൻഗുപ്ത. ഇതിന് മാറിപ്പോയില്ല എന്ന് വിശ്വസിക്കുന്നു. അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അഞ്ചാമത്തെ ചോദ്യം ഇതാണ്: ഇന്ത്യൻ പാർലമെൻറ്റ് മന്ദിരം രൂപകൽപ്പന ചെയ്ത വിദേശി ആരാണ്? ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്. ഇന്ത്യൻ പാർലമെൻറ്റ് മന്ദിരം രൂപകൽപ്പന ചെയ്ത വിദേശിയുടെ പേരാണ് ഹെർബർട്ട് ബേക്കർ. അതായത് ഹെർബർട്ട് ബേക്കർ എന്ന് പറയുന്ന വിദേശിയാണ് ഇന്ത്യൻ പാർലമെൻറ്റ് മന്ദിരം രൂപകൽപ്പന ചെയ്തത്.
ആറാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. അലി സഹോദരന്മാർ എന്നറിയപ്പെടുന്ന ദേശീയ നേതാക്കൾ ആരാണ്? അലി സഹോദരന്മാർ എന്നറിയപ്പെടുന്ന ദേശീയ നേതാക്കൾ ആരൊക്കെ? അലി സഹോദരന്മാർ എന്നറിയപ്പെടുന്ന ദേശീയ നേതാക്കൾ മൗലാന മുഹമ്മദ് അലിയും മൗലാന ഷൗക്കത്ത് അലിയുമാണ്. മറന്നുപോകരുത്, അലി സഹോദരന്മാർ എന്നറിയപ്പെടുന്നത് മൗലാന മുഹമ്മദ് അലി, മൗലാന ഷൗക്കത്ത് അലി എന്നിവരാണ്. ഏഴാമത്തെ ചോദ്യം, ജവഹർലാൽ നെഹ്റു ആദ്യമായി കോൺഗ്രസ് അധ്യക്ഷനായ വർഷം ഏതാണ്? ജവഹർലാൽ നെഹ്റു ആദ്യമായി കോൺഗ്രസ് അധ്യക്ഷനായ വർഷം 1929 1929 ലാഹോർ സമ്മേളനത്തിൽ വെച്ചാണ് ജവഹർലാൽ നെഹ്റു ആദ്യമായി കോൺഗ്രസ് അധ്യക്ഷനായത്. എട്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. പാകിസ്ഥാൻ്റെ രാഷ്ട്രപിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് നമ്മുടെ മഹാത്മാഗാന്ധിയാണ്, അത് നമുക്കെല്ലാവർക്കും അറിയാം. പാകിസ്ഥാൻ്റെ രാഷ്ട്രപിതാവ് എന്നറിയപ്പെടുന്നത് ആര്? പാകിസ്ഥാൻ്റെ രാഷ്ട്രപിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് മുഹമ്മദ് അലി ജിന്നയാണ്. മറക്കരുത്, പാകിസ്ഥാൻ്റെ രാഷ്ട്രപിതാവ് മുഹമ്മദ് അലി ജിന്ന. ഒൻപതാമത്തെ ചോദ്യം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്തുള്ള വൈസ്രോയി ആരാണ്? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോഴുള്ള സമയത്തെ വൈസ്രോയി ആര്? ഉത്തരം മൗണ്ട് ബാറ്റൺ പ്രഭു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്തെ വൈസ്രോയിയാണ് മൗണ്ട് ബാറ്റൺ പ്രഭു. ഒൻപതാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം മൗണ്ട് ബാറ്റൺ പ്രഭു. വീഡിയോയിലെ 10ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. 10ാമത്തെ ചോദ്യം ഇതാണ്, കുണ്ടറ വിളംബരം പ്രഖ്യാപിച്ചത് ആരാണ്? ഉത്തരം വേലുത്തമ്പി ദളവ. കുണ്ടറ വിളംബരം പ്രഖ്യാപിച്ചത് വേലുത്തമ്പി ദളവയാണ്. 1809 കുണ്ടറ വിളംബരം പ്രഖ്യാപിക്കുന്നത്. 10ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വേലുത്തമ്പി ദളവ. 11ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. അതിനു മുമ്പ് വീഡിയോ ഇതുവരെ ലൈക്ക് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. 11ാമത്തെ ചോദ്യം ഇതാണ്, കയ്യൂർ സമരത്തെ ആസ്പദമാക്കി ചിരസ്മരണ എന്ന നോവൽ രചിച്ചത് ആരാണ്? ഉത്തരം നിരഞ്ജന. കയ്യൂർ സമരത്തെ ആസ്പദമാക്കി ചിരസ്മരണ എന്ന നോവൽ രചിച്ചത് നിരഞ്ജനയാണ്. ഇതേ ചോദ്യം മറ്റൊരു രീതിയിൽ ചോദിക്കാം. കയ്യൂർ സമരത്തെ ആസ്പദമാക്കി നിരഞ്ജന രചിച്ച നോവലിൻ്റെ പേരെന്താണ്? ഉത്തരം ചിരസ്മരണയാണ്. അപ്പോൾ ബേസിക്കായി അറിഞ്ഞിരിക്കുക, ചിരസ്മരണ എന്ന നോവൽ രചിച്ചിരിക്കുന്നത് നിരഞ്ജനയാണ്. അതെന്തിനെ ആസ്പദമാക്കിയാണ് രചിച്ചിരിക്കുന്നത്? കയ്യൂർ സമരത്തെ ആസ്പദമാക്കിയാണ് ചിരസ്മരണ എന്ന നോവൽ നിരഞ്ജന രചിച്ചിരിക്കുന്നത്. 12ാമത്തെ ചോദ്യം ഇതാണ്, ഇന്ത്യൻ അരാജകത്വത്തിൻ്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യൻ അരാജകത്വത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം ബാലഗംഗാധര തിലക്. ഇന്ത്യൻ അരാജകത്വത്തിൻ്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ബാലഗംഗാധര തിലക്കാണ്. വീഡിയോയിലെ 13ാമത്തെ ചോദ്യം, ബ്രിട്ടീഷ് പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ്? ഉത്തരം ദാദാബായ് നവറോജി. ബ്രിട്ടീഷ് പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ഇന്ത്യക്കാരനാണ് ദാദാബായ് നവറോജി. 13ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ദാദാബായ് നവറോജി. വീഡിയോയിലെ 14ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആരാണ്? ഇതൊക്കെ വളരെ എളുപ്പമുള്ള, നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ചോദ്യമാണ്. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് പിംഗലി വെങ്കയ്യയാണ്. 14ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം പിംഗലി വെങ്കയ്യ.
അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ക്വിസ് വീഡിയോസിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾക്ക് PDF രൂപത്തിൽ ലഭിക്കുന്നതാണ്. ഈ PDF ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്കിത് എളുപ്പത്തിൽ റിവൈസ് ചെയ്ത് പഠിക്കാൻ സാധിക്കും. അപ്പോൾ PDF വേണ്ടവരെല്ലാം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. വീഡിയോയിലെ 15ാമത്തെ ചോദ്യം ഇത് കഴിഞ്ഞാലുടൻ ബോണസ് ക്വസ്റ്റ്യൻ ആണ്. 15ാമത്തെ ചോദ്യം ഇതാണ്: എനിക്ക് അവകാശപ്പെടാനുള്ള ഏക ഗുണം സത്യവും അഹിംസയുമാണ്. ഇത് ആരുടെ വാക്കുകളാണ്? ഉത്തരം ഗാന്ധിജിയാണ്. ഗാന്ധിജിയുടെ വാക്കുകളാണിത്. എന്താണ് ആ വാക്കുകൾ? എനിക്ക് അവകാശപ്പെടാനുള്ള ഏക ഗുണം സത്യവും അഹിംസയുമാണ്. ഇങ്ങനെ പറഞ്ഞത് ഗാന്ധിജിയാണ്. 15ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഗാന്ധിജി. നമുക്കിനി ഈ വീഡിയോയിലെ ബോണസ് ചോദ്യത്തിലേക്ക് കടക്കാം. വളരെ എളുപ്പമുള്ള ചോദ്യവും ഒരു ജനറൽ നോളജ് ക്വസ്റ്റ്യനുമാണ് നിങ്ങൾക്ക് തരുന്നത്. ഡൽഹിക്ക് മുമ്പ് ഇന്ത്യയുടെ തലസ്ഥാനം എവിടെയായിരുന്നു? ഉത്തരം അറിയുന്ന എല്ലാവരും കമൻറ്റ് ബോക്സിൽ ഉത്തരം രേഖപ്പെടുത്തുക. ഉത്തരത്തിൻ്റെ കൂടെ നിങ്ങളുടെ പേര് കൂടി രേഖപ്പെടുത്താൻ മറക്കരുത്. പേര് രേഖപ്പെടുത്തിയാൽ മാത്രമേ നിങ്ങൾ ആരാണെന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട് നമ്മൾ അപ്ലോഡ് ചെയ്ത 5ാമത്തെ വീഡിയോയും ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. ഇതിലെ ചോദ്യങ്ങളെല്ലാം നിങ്ങൾ ഇന്ന് തന്നെ പഠിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ബാക്കിയുള്ളവർ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക. ഈ വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.